ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നാടൻ രീതിയിൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ കൂർക്കയുടെ സീസണൊക്കെ ആയല്ലോ, എല്ലാവർക്കും കൂർക്കയൊക്കെ ആയി തുടങ്ങി. നമുക്ക് കടയിലൊക്കെ കൂർക്ക മേടിക്കാൻ കിട്ടും. അപ്പോൾ കൂർക്കയും ബീഫുമാണ് ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ച് ഇതുപോലെ നമ്മൾ ബീഫും കൂർക്കയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഒരു കറിയാണ് ഈ ബീഫും കൂർക്കയും. അതുപോലെ തന്നെ പോർക്കിട്ടും വെക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ബീഫും കൂർക്കയും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോയോളം ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യുള്ള ബീഫാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതെല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കൂർക്കയാണ് വേണ്ടിയത്. ഞാനിവിടെ ഒരു 300 ഗ്രാംസോളം കൂർക്ക എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടോ കൂർക്ക ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് കൂർക്ക വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിയൊക്കെ പോയി കിട്ടും. അല്ലാത്ത രീതിയിൽ എനിക്ക് ഇങ്ങനെയാണ് കംഫർട്ടായിട്ട് ക്ലീൻ ചെയ്യാൻ തോന്നും. ഇനി നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 1 കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക്, നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. മുളകും മല്ലിയും എല്ലാം ചേർത്ത് വറുത്തരച്ച് കഴിയുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് ഇത്രയും ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ തേങ്ങയും മുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലി 1.5 സ്പൂണോളം മുഴുവനോടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. അതേ സ്പൂണിന് തന്നെ 1/2 സ്പൂണ് പെരിഞ്ജീരകം, പിന്നെ ഒരു കുറച്ച് 5-6 കുരുമുളകും കൂടെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും അതോടൊപ്പം തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിലും പറ്റും. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ അധികം എപ്പോഴും കിട്ടി വില ചെറിയ ഉള്ളി. അപ്പം ഞാനൊരു പകുതി സവാള കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാകരുത്. തേങ്ങ ഒത്തിരി ബ്രൗൺ ആയാൽ ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിക്കാതെ ഇതുപോലെ അരച്ചെടുക്കുക. തീരെ നൈസായിട്ട് നമ്മൾ അരയ്ക്കരുത്. കുറച്ചിങ്ങനെ തരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പ്രഷർ കുക്കർ എടുക്കാം. പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ നൈസായിട്ട് അരയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊടിയായിട്ട് വേണം ഇങ്ങനെ അരയ്ക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വെള്ളം കൂടാതെ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. പൊത്ത് തീരെ നൈസായിട്ടല്ല. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല കൂടെ ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഗരം മസാല അല്ലെങ്കിൽ ബീഫ് കറിയുടെ പൗഡർ. ഞാനിപ്പോൾ ഇത് ഗരം മസാല ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പൊടിയാണ് ചേർത്ത്. 1/2 സ്പൂണ് മസാലപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ മസാല എല്ലാം ബീഫിലേക്ക് ഇങ്ങനെ പറ്റുന്ന പോലെ തന്നെ വേണമെങ്കിൽ ഇതിൽ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു 3-4 വിസിലാകുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം, നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച്. കൂർക്ക നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കരുത്. കൂർക്ക സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. ഇനി ഒരു ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ കടുക് പൊട്ടിക്കണം. എപ്പോഴാണ് പ്രത്യേകം നമുക്കൊരു ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഈ ബിരിയാണി ഇല വരുമല്ലോ, ഈ റംബ ലീഫ് എന്ന് പറയുന്ന അത് ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ബേ ലീഫ് ആണെങ്കിലും മതി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഇനി സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, ഇത് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ ഒരു സവാള എടുത്തിട്ടുള്ളൂ. സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് കണ്ടോ, സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കൂർക്ക ആദ്യമേ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂർക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടട്ടെ. അപ്പോൾ കൂർക്ക ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ സവാളയൊക്കെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, നല്ല മസാലയൊക്കെ പിടിച്ച്, നമ്മൾ ഇതുപോലെ മസാല തിരുമ്മി വേവിച്ച് കഴിയുമ്പോൾ ബീഫൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ബീഫും കൂടെ ഇതിനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇത് കണ്ടോ ഇതുപോലെ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ഇനി ഇത് മൂടി വെച്ച് കുറച്ചൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ബീഫും കൂർക്കക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. ആദ്യത്തെ ദിവസത്തെക്കാളും നമ്മളൊന്ന് പിറ്റേ ദിവസം ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.